പരാതി കൊടുത്ത കാര്യം പറഞ്ഞു. അത് പരാതി കൊടുത്ത് 25-ാം തീയതിയാണ്. എൻ്റെ ഓർമ്മ 27-ാം തീയതി പരാതി കൊടുത്തതാണ്. അത് മുഖ്യമന്ത്രിക്കടക്കം DGPക്കടക്കം ജില്ലാ കളക്ടറടക്കം അതിൻ്റെ കോപ്പി വെച്ചതാണ്. അതിൽ ഈ പറയുന്ന മോർഫിങ്ങിൻ്റെ കാര്യവും ഈ പറയുന്ന വ്യാജപ്രചരണങ്ങളുടെ കാര്യമൊക്കെ 1, 2, 3 എന്നിങ്ങനെ അക്കമിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ദിവസം എത്രയായി? ഈ ദിവസങ്ങൾ ഇപ്പോൾ ന്യൂമാഹിയിലെ ആ ലീഗ് പ്രവർത്തകനെതിരെ കേസെടുക്കുന്നത് മോർഫിംഗ് ഒന്നുമല്ല, മറ്റൊരു ജിഹാദി എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ഒരു വ്യാജവാർത്ത പങ്കുവച്ചു. അതിൻ്റെ ക്രിയേറ്ററും അയാളല്ല, അത് പങ്കുവച്ചു എന്ന രീതിയിലാണ് FIR. അപ്പോൾ പോലീസിൻ്റെ ഒരു ഇനാക്ഷൻ ഇതിൽ കാരണമാകുന്നു എന്ന് KK രമ പറയുകയാണ്. KK രമയ്ക്ക് സമാന അനുഭവങ്ങളുണ്ടെന്ന് പറയുകയാണ്. കേരള പോലീസിനെ കുറിച്ച് സ്ഥിരമായിട്ട് എന്ത് കിട്ടിയാലും പറയുന്നൊരു വർത്തമാനമാണത്. രമയോട് എനിക്ക് യാതൊരു പരിഭവമില്ല. ഞാൻ ഇപ്പം എൻ്റെ മുന്നണിയിലും പാർട്ടിയിലും ഉള്ള വനിതാ MLA-മാരോട് എങ്ങനെയാണോ അതുപോലെയാണ് രമയോടും ഉമയോടും ഒക്കെ ഇതുവരെ പെരുമാറിയിട്ടുള്ളത്. ഇനിയും അതിന് മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. കേരള പോലീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നോക്കൂ, എത്ര പ്രമാദമായ കേസുകൾ, അത് എത്ര സമർത്ഥമായിട്ട് കേരള പോലീസ് അതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു. പോലീസിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ അവരുടെ എല്ലാ കുടുംബത്തിനും പോലീസിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകും. കേരള പോലീസിനെ മറ്റുള്ളവർ ബഹുമാനത്തോടെ കാണുകയാണ്. ഏതെങ്കിലും 1, 2 കേസുകളിൽ കുറ്റവാളികളെ കിട്ടാൻ കുറച്ച് ദിവസം താമസിക്കുമ്പോൾ തന്നെ കേരള പോലീസ് ആകെ മോശം. എന്നാൽ കുറ്റവാളികളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ സമൂഹമാകെ കേരള പോലീസിനെ അഭിനന്ദിക്കുമ്പോൾ ഇവരാരും കേരള പോലീസിനെ അഭിനന്ദിക്കുന്നില്ല. ഞാനൊക്കെ വനിതാ സംഘടനയുടെ പ്രവർത്തകയാണ്. എത്രയോ വിഷയങ്ങൾ മറ്റുള്ളവരെ ഇതുപോലെ സൈബർ ബുള്ളിയിങ് നടത്തിയത്, അതുപോലെ വലിയ തോതിൽ സ്ത്രീകളെ അവമതിച്ചുകൊണ്ട് പെരുമാറി, അതിനെക്കുറിച്ചൊക്കെ കേസ് കൊടുത്തപ്പോൾ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ കേരള പോലീസ് പലപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപൂർവം ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയെ കിട്ടാതായിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ കേസിൽ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇപ്പൊ കേരള പോലീസ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വരണാധികാരിയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമാണ് വളരെ പ്രധാനമായിട്ട് വരുന്നത്. കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ചില കേസുകളിൽ പരാതി അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ആരെങ്കിലും ഇത് എന്തോ ഒരു വലിയ അങ്ങനെ ഒരു ക്രിമിനൽ നടപടിക്രമങ്ങൾ ചടപട എന്നുള്ളൊരു പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്. നടപടിയെടുക്കണം, കണ്ടെത്തണം ഇതാരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് കണ്ടെത്തി സൈബർ ലോകം എന്താണോ അനുശാസിക്കുന്നത് അതിനനുസരിച്ച് നടപടി ഉണ്ടാകണം. ടീച്ചറിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ വലിയ വേദനയുണ്ട്, വലിയ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പല തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചു, ഇതിലും സീനിയർ നേതാക്കൾക്കെതിരെ മത്സരിച്ചു, അന്നൊന്നും ഉണ്ടാവാത്ത വിധമുള്ള വല്ലാത്ത മുനവെച്ച വല്ലാത്ത ആ സൈബർ അധിക്ഷേപം ഉണ്ടാവുമെന്ന് പറയുന്നു. വലിയ സങ്കടവും വേദനയുമാണ് ടീച്ചർക്ക് അങ്ങനെ വന്നു പറയേണ്ടി വരുന്നത്. അത് പക്ഷേ ടീച്ചറുടെ മാത്രം അനുഭവമല്ല, അതിനു മുൻപ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ആ വടകര തന്നെ ടീച്ചറിൻ്റെ സുഹൃത്ത് ആയ KK രമയ്ക്കടക്കം ഇത്രയുമോ ഇതിനപ്പുറമോ വൃത്തികേടുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ്. രമ്യ ഹരിദാസ് ആവട്ടെ, ഉമ്മൻചാണ്ടിയുടെ മകളാവട്ടെ, ഹരിതാബാബു ആവട്ടെ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് സ്ത്രീകൾ അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിയിലും നേരിട്ടതാണിതൊക്കെ. അന്നൊക്കെ അതിനെ ഇനി മേലാൽ ആവർത്തിക്കരുത് എന്ന് കണ്ട്, അല്ലെങ്കിൽ ആ നല്ല ഉദ്ദേശത്തിൽ 100% ആത്മാർത്ഥതയോടെ തള്ളിപ്പറയാൻ ടീച്ചർ അടങ്ങുന്ന CPM നേതൃത്വം തയ്യാറായിട്ടുണ്ട്. ടീച്ചറെ, എല്ലാവരും അത് അത്തരത്തിലുള്ള, ഞങ്ങൾ ഒരിക്കലും സ്ത്രീകൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു പരാമർശം എവിടുന്നെങ്കിലും ഉണ്ടായാൽ CPMന്റെ ആരും അതിനെ ന്യായീകരിക്കാറില്ല. അങ്ങനെ ആരെങ്കിലും ഒരു പരാമർശം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ സ്ത്രീ എന്നുള്ള നിലയിലുള്ള പരാമർശത്തെക്കുറിച്ച് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥിയുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി അത് അംഗീകരിക്കാതെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളെ വളച്ചൊടിച്ച് ഘടകവിരുദ്ധമായി പ്രചരിപ്പിക്കുക, അതും കൂടി ഇതിനകത്തുണ്ട്. സ്ത്രീകളെ ആക്ഷേപിക്കുമ്പോഴൊക്കെ ശക്തമായി അസംബ്ലിയിൽ തന്നെ നിങ്ങൾക്കറിയാലോ, അവിടെ സ്ത്രീകളെ അവമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത്. പറഞ്ഞയാൾക്കത് സ്ത്രീകളെ അവമതിക്കാനാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു പെണ്ണുങ്ങളെ പോലെയല്ല, ആണുങ്ങളെ പോലെ എന്നെല്ലാം പരാമർശിച്ചപ്പോൾ പെണ്ണിനെന്താ കുഴപ്പമെന്ന് ഞാൻ അസംബ്ലിയിൽ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം സ്ത്രീകളെ അവമാനിക്കുന്നവർക്കൊന്നും കൂട്ടുനിന്നിട്ടില്ല ഇതുവരെ. ഇനി ടീച്ചർ വലിയ തിരക്കിലാണ്, പ്രചരണ തിരക്കിലാണ്. അതിനിടയിൽ അല്പസമയമാണെങ്കിൽ കൂടിയും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ശ്രീ രാജു പി നായർ.